ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അർജൻറ്റ് മെസ്സേജ് യൂണിവേഴ്സിൻ്റേത് എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളിപ്പോൾ വളരെ വലിയൊരു പ്രോബ്ലത്തിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, ഈ ഒരു സംഘർഷം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്, തകർന്നു പോകരുത്, നിങ്ങൾ മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്തൊക്കെ സഹിച്ചു എന്നും നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചവരാണ് എന്നും എല്ലാം ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ഓരോ സമയമാകുമ്പോൾ നിങ്ങൾ സഹിച്ചതിനെല്ലാം നിങ്ങൾക്ക് ഒരു ന്യായം ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരിക്കലും ഗീവ് അപ്പ് ആവരുത് എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ കമൻറ്റിൽ മിക്ക ആൾക്കാരും പറയും, അതായത് എനിക്ക് വയ്യ ജീവിക്കാൻ, അത്രമാത്രം സഹിച്ചു ഞാൻ, എന്നെക്കൊണ്ട് വയ്യ, നിങ്ങൾ പറയും പോലെ ഒന്നും നടക്കുന്നുമില്ല, അങ്ങനെയൊക്കെ ചില ആൾക്കാർ കമൻറ്റിൽ പറയാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു മെസ്സേജ് എന്ന് തോന്നുന്നു ഈശ്വരൻ്റെ. അതായത് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത്, വിഷമിക്കരുത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതാണ് എന്ന് ഈശ്വരൻ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്പർ 3യുടെ ആ എനർജി അല്ലെങ്കിൽ 21 നമ്പർ നിങ്ങൾ കാണുക. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജിയാണത്. അതായത് 333 നമ്പർ കാണുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. അതായത് നിങ്ങളുടെ സമയം വരും എന്നുള്ള രീതിയിൽ ദൈവം നിങ്ങളെ സമാധാനിപ്പിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ എന്ത് പ്രോബ്ലമാണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലം മാറുന്നതാണ്. നിങ്ങളിപ്പോൾ സമാധാനപരമായിട്ടിരിക്കുക. നിങ്ങൾ തെറ്റ് ചെയ്യാതെ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു. ആ ഒരു ശിക്ഷ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, പ്രതികരിക്കുന്നില്ല. കാരണം നിങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കണം? ദൈവം ഉറപ്പായിട്ടും ന്യായം നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഒരു നല്ല പരിണാമം നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ അതിനെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കില്ല, അതിനെ ഫ്രീ ആക്കി വിടുക. ഇവിടെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എന്ത് സാഹചര്യമായാലും, അപ്പോൾ നിങ്ങൾ ആ സാഹചര്യത്തിന് അതിൻ്റെ വഴിക്ക് വിടുക. എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുക, ഇതാണ് എൻ്റെ സാഹചര്യം, ഞാൻ സറണ്ടർ ചെയ്തൊക്കെയാണ് ഈശ്വര എന്ന് പറഞ്ഞ് യൂണിവേഴ്സിനോട് പറയുക നിങ്ങൾ. ഇവിടെ നമ്പർ 999 നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഒരു പ്രോബ്ലം അവസാനിക്കാൻ പോവുകയാണ്, അതിൻ്റെ അവസാനത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഇവിടെ ഈശ്വരൻ എല്ലാ സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷനിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ശാന്തമായിട്ട് നിങ്ങൾക്ക് ഒരു സമയമുണ്ട്, ആ ഒരു സമയം ഉറപ്പായിട്ടും വരുമെന്ന് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നിയറിൽ നിങ്ങളുടെ ആ ഒരു സമയം വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരു പേടിയും കൂടാതെ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. യൂണിവേഴ്സ് ഓരോ സമയവും നിങ്ങൾക്ക് സൈൻ തന്ന് നിങ്ങളുടെ ആ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും സൈൻ ലഭിക്കുന്നത് ഇമേജ് ത്രൂ ആണ്. അതായത് ഓരോ ഫോട്ടോ ഫോണിൽ വരുമ്പോൾ ആ ഫോട്ടോ ത്രൂ നിങ്ങൾക്ക് പല സൈനും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഗ്രോത്തോട് കൂടിയ ഒരു വൃക്ഷത്തിനെ കാണുക. അതായത് ഫലഭൂഷ്ടമായിട്ട് പൂത്ത് കാച്ച് നിൽക്കുന്ന ആ ഒരു വൃക്ഷം അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരാൻ പോകുകയാണ്, നിങ്ങൾക്കും ആ ഒരു സമൃദ്ധി വരാൻ പോകുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി നോട്ട്, സ്വർണ്ണ കോയിൻസ് അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലം മാറാൻ പോകുകയാണ് എന്ന്. ഇനി ആരോയുടെ ആ ഒരു ചിഹ്നം മുകളിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് കൂടാൻ പോവുകയാണ്, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഔളിൻ്റെ ആ ഒരു എനർജി കാണുന്നത് വളരെ വല്ലതാണ്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫിനാൻഷ്യൽ പ്രോബ്ലം നിങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി മിറാക്കിൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സൈൻ ആഗ്രഹിക്കുന്നു, അതായത് ലൈഫിൽ എന്തോ വലിയൊരു കാര്യത്തിലൊരു മിറാക്കിൾ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അതിന് മുന്നേറ്റ് റെയിൻബോയുടെ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. കുറേ ഫ്ലവറിൻ്റെ രൂപത്തിൽ, പല കളറിലുള്ള ഫ്ലവറിൻ്റെ രൂപത്തിലുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജ് കണ്ടാൽ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ ഉണ്ടാവാൻ പോവുകയാണ്.
നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അത് യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്നതാണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തിനെ കാണാൻ സാധിക്കും. അതായത് മാങ്ങയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തോ ആകട്ടെ, അങ്ങനെ ബലഭൂഷ്ടമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ മേൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, ഇല്ല എങ്കിൽ കുടുംബത്തിലെ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ, ജോബ് ചെയ്യുക, അത് കഴിഞ്ഞ് വീട്ടുകാര്യം നോക്കുക, എല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ ഉണ്ട്. അപ്പോൾ ഇനി ലൈഫിൽ ഒരു റിസ്ക് എടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയിൽ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ ഒരു സമയം എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കാനുള്ള സമയമായിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനിനി ഒരു ആക്ഷൻ എടുക്കണോ, അത് റിസ്ക് എടുക്കണോ വേണ്ടയോ, ഞാനിനി എന്ത് ചെയ്യണം യൂണിവേഴ്സ് എന്ന് ഈശ്വരനോട് നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ടുണ്ട്, എന്നിട്ട് പറയുകയാണ് ചില സമയങ്ങളിൽ നമുക്ക് റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ ജീവിതത്തിൽ എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ റിസ്ക് എടുത്താൽ മാത്രമേ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എല്ലാം തടസ്സങ്ങളാണ്, 4 ചുറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വഴി നേരെയാകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുണ്ട്, പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സും കൂടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എന്ത് സാഹചര്യമായിക്കൊള്ളട്ടെ, എന്ത് വിഷമമായിക്കൊള്ളട്ടെ, ആ ഒരു വിഷമവും സാഹചര്യവും ഉറപ്പായിട്ടും അവസാനിക്കുന്നതാണ്, പെട്ടെന്ന് മാറുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ലൈഫ് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയിട്ടുള്ള ലൈഫ് ലഭിക്കുകയാണ്. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ഒരു റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ ഇനി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങളുടെ ആ മുന്നിൽ ഒരു ആക്ഷൻ ഉണ്ടാകും. ആ ഒരു ആക്ഷൻ എടുത്താലും മതി. ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റും. നിങ്ങൾ വിചാരിക്കുക കുറച്ച് കഴിയുമ്പോൾ സാഹചര്യങ്ങൾ എനിക്ക് ഫേവറായിട്ട് മാറുമെന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ അങ്ങനെ ചിലപ്പോൾ മാറിയെന്ന് വരത്തില്ല. നമ്മൾ റിസ്ക് എടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ലൈഫിൽ മോശം സാഹചര്യം നിങ്ങൾ റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചില ബൗണ്ടറീസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു റിസ്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. നമ്മൾ എന്തൊക്കെ ബൗണ്ടറീസാണോ സെറ്റാക്കി വെച്ചെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ നല്ലൊരു വഴി ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങൾ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങളല്ല നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, യൂണിവേഴ്സാണ്. യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇവിടെ സറണ്ടർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വളരെ സ്മൂത്ത് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ്. ഇവിടെ നിങ്ങൾ ഇതിന് മുമ്പേ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്ത ആളാണെങ്കിൽ അതിൻ്റെ ആ ഒരു റിക്കവറി നിങ്ങൾ വിചാരിക്കുന്നതിനെയും കാട്ടി നല്ല ഒരു രീതിയിലുള്ള റിക്കവറി ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് വരാൻ പോകുന്ന സമയം. അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതിനെയും കാട്ടി നല്ലതായിട്ട് നടന്നല്ലോ എന്ന്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സ്വയം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾ സറണ്ടർ ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യം, അവിടെ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഒരു ജമ്പ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു റിസ്ക് എടുത്ത് ആ ജമ്പ് ചെയ്തേ പറ്റൂ ആ സാഹചര്യത്തിൽ നിന്ന്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് യൂണിവേഴ്സും പറയുന്നത്, നിങ്ങൾ റിസ്ക് എടുക്കാൻ. ഇവിടെ നിങ്ങളായിട്ട് അതിൽ നിന്ന് ജമ്പ് ചെയ്ത് പുറത്ത് വന്നില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനൊരു സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ജമ്പ് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു സാഹചര്യം യൂണിവേഴ്സ് ക്രിയേറ്റ് ആക്കും നിങ്ങൾ റിസ്ക് എടുത്തില്ല എങ്കിൽ. നിങ്ങൾ അങ്ങനെ റിസ്ക് എടുത്ത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് തോന്നും അയ്യോ ഇതെന്താ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് എൻ്റെ ലൈഫിൽ, ഞാനിത് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരുന്നു. പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനെ നിങ്ങൾ കുറച്ചൊന്ന് കൂട്ടി കൊണ്ടുവരിക. കോൺഫിഡൻസ് എങ്ങനെ കൂട്ടണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സൂര്യദേവന് ജലം അർപ്പിക്കുക, അതിലൂടെ കോൺഫിഡൻസ് കൂടും നിങ്ങളുടെ. ഇല്ല എങ്കിൽ സൂര്യദേവൻ്റെ മന്ത്രം ഉച്ചരിച്ചാലും മതി നിങ്ങൾ. ഇല്ല എങ്കിൽ കോപ്പർ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എയർഫോൾ മാറും, നിങ്ങളുടെ വയറ്റിലെ പ്രശ്നങ്ങൾ മാറും. കോപ്പർ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ
ഇനി സമാനമായിട്ടുള്ള ആളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം നല്ലതായിട്ടല്ല പോയത് എങ്കിൽ ഈ ഒരു കോപ്പർ ഗ്ലാസ്സിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിലൂടെ അതും പതുക്കെ പതുക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചെറിയ ചെറിയ ഉപായങ്ങൾ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിനോട് ദേഷ്യപ്പെടാറുമുണ്ട്, കരയാറുമുണ്ട്, സന്തോഷത്തിൽ സംസാരിക്കാറുണ്ട്. കാരണം എല്ലാം ദൈവം കേൾക്കുമെന്ന് നിങ്ങൾക്കറിയാം. 999 എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഡെസ്റ്റിനിയിലുള്ള ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ് എന്ന്. അത് നിങ്ങളുടെ തന്നെ ട്രാൻസ്ഫർമേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്വയം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻസ് ആയിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ പുസ്തകം നിങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പുസ്തകം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പുസ്തകം എല്ലാവർക്കും പെട്ടെന്ന് ബൈഹാർട്ടാക്കാൻ പാടായിരിക്കും. ഇവിടെ നിങ്ങളുടെ കൂടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിട്ട് ഉണ്ടാവുക. ബാക്കി ആൾക്കാർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്, എന്നെ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന്. അത് വളരെ രഹസ്യമായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ കുറച്ച് ആൾക്കാർ മാത്രമേ അവരെ മനസ്സിലാക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാരിൽ നിന്ന് ഡിസ്റ്റൻസ് വയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി എന്നും പറയാറുണ്ട്. കുറച്ച് രഹസ്യമായിട്ടുള്ള രീതിയിലുള്ള നേച്ചറും പേഴ്സണാലിറ്റിയുമാണ് നിങ്ങളുടേത്. ഇവിടെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും വിഷമമാണ് നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. പക്ഷെ വിരലിൽ എണ്ണാന്നുള്ള 2 3 വ്യക്തികളുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ പല പല രൂപങ്ങൾ ആൾക്കാർക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ പ്രഭാവം സ്വയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എൻ്റെ ഉള്ളിൽ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഇത്രയും വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ സാധിച്ചോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഇനി നിങ്ങൾക്ക് ചലഞ്ചേഴ്സിനെ ഒരു ചലഞ്ചേഴ്സായിട്ട് തോന്നത്തില്ല. കാരണം നിങ്ങൾ സ്വയം നിങ്ങളെ ബന്ധിച്ച് വച്ചിരിക്കുകയാണ്. ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് തോന്നും. ഇവിടെ സ്വയം നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സമയം ഇവിടെ ഉണ്ടാവാൻ പോയാണ്. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകും, നിങ്ങളുടെ ഊർജ്ജത്തെ മനസ്സിലാകും. ഇവിടെ എല്ലാ രീതിയിലും ഒരു സമ്പന്നമായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കും, ഉറപ്പാണ്. അതായത് വളരെ താമസിച്ചാണ് നിങ്ങളുടെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വണ്ടി ഒരിക്കലും നിർത്താതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതായത് കുറേ ആൾക്കാർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അവരുടെ ലൈഫിൽ ഒരു നല്ലത് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ആ ഒരു വണ്ടി, ജീവിതമാവുന്ന വണ്ടി വളരെ സ്പീഡിൽ പോകാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ സൂര്യൻ്റെ ആ ഒരു നോട്ടം നല്ലതായാൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓം സൂര്യായ നമഃ മന്ത്രം നിങ്ങൾക്ക് പറ്റുന്ന പ്രാവശ്യമെല്ലാം നിങ്ങൾ പറയുക. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല തകർന്നിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെ തകർന്നു പോയിട്ടുണ്ട് എന്ന് എങ്ങനെ ശ്രദ്ധിക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഒരു വിക്കൽ വരിക, സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ മറ്റൊരു ആളോട്, അതൊക്കെ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഉണ്ടാകുന്നതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാകുമോ, ഞാൻ ചെയ്താൽ ശരിയാകുമോ, ഞാൻ അയാളോട് പറഞ്ഞതൊക്കെ ശരിയാണോ അതോ തെറ്റാണോ, ഇനി അയാളിനി എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്, അങ്ങനൊരു ഡൗട്ടായിരിക്കും സ്വന്തം കാര്യത്തിൽ തന്നെ. ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഒരിടത്തും ഈ ഒരു സംസാരത്തിൻ്റെ കാര്യത്തിൽ ഒരിടത്തും ബാക്കിലോട്ട് പോകേണ്ടി വരത്തില്ല. ഇവിടെ കോൺഫിഡൻസ് ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫാൾ ഭയങ്കരമായിട്ടും ഉണ്ടാകും. സെക്കൻഡ്, പിതാവിനോട് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ആൾക്കാരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇനി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ സീനിയറുമായിട്ട്, അതായത് നിങ്ങളുടെ ബോസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കത്തില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതും കോൺഫിഡൻസ് തകർന്നിട്ടുണ്ട് എന്നതിന് സൂചിപ്പിക്കുന്നതാണ്. ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കുറച്ചായിരിക്കും ലഭിക്കുന്നത്. അത് വൈറസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ എത്ര റെസ്പോൺസിബിലിറ്റി എടുത്താലും ഇത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല.
ഇവിടെ സംഘർഷങ്ങൾ മറ്റുള്ളവരുടെയും കാട്ടി നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വർക്ക് പ്ലേസിലായാലും നിങ്ങൾ കൂടുതലും വൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. കൂടാതെ കോപ്പറിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വെള്ള കളർ കർച്ചീപ്പ് ഉണ്ടെങ്കിലോ വെള്ള കളർ ഷോൾ ഉണ്ടെങ്കിലോ അതെങ്കിലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വച്ചേക്കുക, അല്ലെങ്കിൽ ഇടുക. വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് നിങ്ങൾ ധരിച്ചാൽ സൂര്യൻ്റെ എനർജി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു കണ്ണാടി ഉണ്ട്, അത് വീട്ടിൻ്റെ മെയിൻ ഗേറ്റിൽ നിങ്ങൾ വയ്ക്കുക. വീട്ടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും വെള്ള പൂക്കൾ വരുന്ന രീതിയിലുള്ള ചെടികൾ നട്ട് വളർത്താൻ ശ്രമിക്കുക. നിങ്ങൾ മുള്ള് ഉള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് ഇന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആ മുള്ളുള്ള ചെടി മാറ്റുന്നത് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ അടുത്തായിട്ട് വെള്ള പൂക്കൾ പൂക്കുന്ന ചെടികൾ നടുക. ഇവിടെ എവിടെയൊക്കെയാണോ മുള്ളുകളുള്ള ആ ഒരു ചെടികളുള്ളത് അവിടെയെല്ലാം ബന്ധങ്ങളിൽ ഒരു വിള്ളൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഗൈഡൻസ് വന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഫോളോ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇവിടെ എന്തായാലും വലിയൊരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അങ്ങനൊരു ചേഞ്ചസ് വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കൂടും. ഇവിടെ ഫിനാൻഷ്യലും മെറ്റീരിയലായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇത്രയും നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് പിറകിലോട്ട് നോക്കേണ്ടതായിട്ട് വരത്തില്ല. എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിന്ത ഉണ്ട് എന്ന്. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ എനിക്കറിയാം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമാണ്. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിഷമിക്കരുത് ഫ്യൂച്ചർ ആലോചിച്ച്. കാരണം നിങ്ങളിപ്പോൾ നിശബ്ദമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചോ അതെല്ലാം നിശബ്ദമായിട്ട് നിങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഇനി ആ ഒരു അനുഭവിച്ചതിൻ്റെ ആ ഒരു പരിണിത ഫലം നിങ്ങൾക്ക് ദൈവം തരുവാൻ പോകുകയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പദ്ധതിയാണ് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവം ഒരിക്കലും ഇനി വിഷമിപ്പിക്കത്തില്ല. നിങ്ങളെ കഴിവുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് വളരെ മനോഹരമാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള ലൈഫിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുകയാണ് ദൈവം. നിങ്ങളുടെ ഡെസ്റ്റിനി ഇതാണ്. ഈ ഒരു ഡെസ്റ്റിനി നിങ്ങൾ മനസ്സിലാക്കൂ. മറ്റുള്ളവരുടെ ഡെസ്റ്റിനി എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനി ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കിയതിൽ കുറച്ച് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ കുറച്ച് മാത്രമാണ് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. ഇനിയും നിങ്ങളെ മനസ്സിലാക്കാറുണ്ട് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ ആദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ഒരിക്കലും ദൈവത്തിനും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ സ്വയം നിങ്ങളെ കുറച്ച് മാത്രം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങളുടെ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുതലാവുമ്പോൾ ഞാൻ പറയത്തില്ലേ റീഡിങ്ങിൽ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവ് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇത്രമാത്രം പരീക്ഷണങ്ങൾ ദൈവം കൊണ്ടുവരുന്നത് എന്തിനാണ്? നിങ്ങളെ കഴിവുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. ഇവിടെ എത്ര പരീക്ഷണങ്ങൾ നിങ്ങൾ സഹിച്ചാലും നിങ്ങളുടെ ലൈഫിനെ ദൈവം ഒരിക്കലും തകർത്ത് കളയത്തില്ല. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്തോ വലിയൊരു പ്രശ്നം അവസാനിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിലാണുള്ളത്. ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരുന്നത്. ആ സമയം നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ എന്താണോ അത് ഒരിക്കലും ഇനി തകരത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം അവസാനിക്കുമ്പോൾ അടുത്ത പ്രോബ്ലം വീണ്ടും പുറത്തു വരുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ്. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇവിടെ 2 നമ്പർ നിങ്ങൾ കൂടുതലായിട്ട് കാണുക, 2 നിറത്തിലുള്ള പൂക്കൾ കാണുക, അല്ലെങ്കിൽ ജോഡിയിൽ ബേഡ്സിനെ കാണുക. ഇതെല്ലാം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഒരു എളുപ്പം വരാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൽ ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫ് വളരെ എളുപ്പമുള്ളതായിരിക്കും, സ്മൂത്ത്നെസ് ആയിരിക്കും എന്നാണ് അതിനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രാപ്തമാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ആക്ഷൻ എടുത്താലേ പുറത്ത് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇവിടെ വലിയ വലിയ റിസ്ക് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ചെറിയ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രമിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവിടെ വിജയിക്കാൻ പറ്റുമോ അതോ പരാജയപ്പെടാൻ സാധിക്കുമോ എന്ന്. ഇവിടെ ഒരു ചിന്ത നിങ്ങളുടെ ലൈഫിനെ തന്നെ ചിലപ്പോൾ മാറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതായത് ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്തയിൽ എന്താണോ കാണുന്നത് അതിനു വേണ്ടി ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിലൊരു ആക്ഷൻ എടുക്കുമ്പോൾ അത് വർക്കായാലോ
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇത് ആ ഒരു തോട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന തോട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതോറിറ്റിയിൽ വരുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഓറ അങ്ങനത്തെ ഓറയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു ലൈഫിന് വേണ്ടി എന്തോ നല്ലതായിട്ട് ചിന്തിച്ച് വച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ പരിവർത്തനം ചെയ്യുന്നില്ല. യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം. അതാണ് നിങ്ങൾ ആഗ്രഹം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ട് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആ ഒരു ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാകും. അതായത് അങ്ങനൊരു സമയം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും. മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസും നിങ്ങൾക്കപ്പോൾ കാണാൻ സാധിക്കും. ചിലപ്പോൾ ആ ഒരു സമയം 9 ദിവസം കൊണ്ടോ ഇല്ലായെങ്കിൽ 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു മാസം കൊണ്ടിനുള്ളിലോ ആ ഒരു സമയം ക്രിയേറ്റ് ആവാം നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിനെ തന്നെ ടേൺ ആക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു ചേഞ്ച് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളുടെ ലൈഫ് ടേൺ ആകും. ഇവിടെ നമ്മുടെ ലൈഫിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആധാരമാകും. നിങ്ങളുടെ ലൈഫിലും എന്തോ ഒരു അങ്ങനൊരു ആധാരം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുവാൻ വേണ്ടി. ഇവിടെ 24 hours ഒരിക്കലും രാത്രി ആകുന്നില്ല. ഉറപ്പായിട്ടും പ്രകാശം വരുന്നുണ്ട് രാത്രി കഴിഞ്ഞ്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും പ്രകാശം ഉണ്ടാകും. അത് നിങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് സമയം നല്ലതായിട്ടല്ല നിങ്ങളുടേത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ മോശം സമയത്ത് പോലും നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ലെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര മോശം സമയത്തിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ സക്സസ് ആയി പോകുമ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർ അവരുടെ ആ ഒരു മുഖം നിങ്ങൾ കാണണം. അവർ വിചാരിക്കും, ദൈവമേ ഞാൻ എന്തൊക്കെ തടസ്സം ചെയ്യാൻ ശ്രമിച്ചിട്ടോലും ഇവർക്ക് സക്സസ് ലഭിച്ചല്ലോ, ഇവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലാണല്ലോ ഇവർ പോകുന്നത് എന്ന് അവർ വിചാരിച്ച് വിഷമിക്കും. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ലൈഫിനെ എത്രത്തോളം മോശമാക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം നല്ലതായിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫ് മാറും. അതിവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടോ അതെല്ലാം യൂണിവേഴ്സ് മാറ്റുന്നതാണ്. ഭയം, ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്ത, ഇതെല്ലാം യൂണിവേഴ്സ് മാറ്റും. ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രോബ്ലമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിനെയായിരിക്കും യൂണിവേഴ്സ് ആദ്യം ശരിയാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഭയം എന്താണോ അതിനെ ദൂരെ മാറ്റാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. ഇവിടെ സ്വയം നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാം, ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലാതെ നിങ്ങൾക്ക് തന്നെ ഇനി വരാൻ പോകുന്ന സമയം തോന്നും. അത് നിങ്ങളുടെ ആ ഒരു കാല് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കൂ. കാല് ഒരിടത്ത് തന്നെ നിന്ന് അവിടെ നിൽക്കാനല്ലേ സാധിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള തോന്നൽ വരും, ഞാൻ മുന്നോട്ട് പോകണമെന്നുള്ള. ഇവിടെ നിങ്ങളുടെ ആ ഒരു അവേക്കനിങ് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ദൈവത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 3 ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു ട്രാൻസ്ഫോർമേഷനാണത്. ഓരോ 6 മാസം കൂടുമ്പോഴായിരിക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഓരോ ട്രാൻസ്ഫോർമേഷനിലും നിങ്ങളുടെ ആ ഒരു ലൈഫ് കൂടുതൽ ഗ്രോത്തിലോട്ടായിരിക്കും പോകുന്നത്, സമൃദ്ധിയിലോട്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മമാണ് ഇതിനെല്ലാം കാരണം. ഒരു സമയം നിങ്ങളുടെ എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, എന്ത് ഹെൽത്ത് ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, അതെല്ലാം മാറുന്നതാണ്. നിങ്ങളുടെ മനസ്സ് വളരെ അശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ജോലികളുണ്ട്, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഒരു ഏകാഗ്രത നിങ്ങൾക്കുണ്ടാവുന്നില്ല. നിങ്ങളുടെ ജോലി ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാം, പക്ഷെ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ എടുക്കുന്നു. ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ എന്ത് ജോലിയായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. ആവശ്യമില്ലാതെ നിങ്ങളുടെ നല്ല വിലപ്പെട്ട സമയം നിങ്ങൾ വെറുതെ കളയത്തില്ല. ഒരു പരിവർത്തനം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മേൽ ആർക്കെങ്കിലും മോശം ദൃഷ്ടിയുണ്ട്, നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നത് റിലേറ്റഡ് ആയിട്ട് ആ മോശം ദൃഷ്ടി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സാണ് ആ മോശം ദൃഷ്ടിയെ മാറ്റിയത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന്. ഇവിടെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ സഡൻ ആയിട്ട് കയറ്റി വരുന്നുണ്ടായിരിക്കാം. കയറ്റി വരുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് എനർജി പോയി എന്നതാണ്. ഇനി നിങ്ങളെ ശത്രുവായി കണ്ടവർക്ക് ഇങ്ങനെ തോന്നും, എന്തിനാ ആവശ്യമില്ലാതെ അവരുടെ ലൈഫിൽ ഞാൻ പ്രശ്നം സൃഷ്ടിക്കാൻ പോയത് എന്ന്.
കാരണം അങ്ങനെ ഒരു വിജയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇത് 3 പ്രശ്നങ്ങൾ നിങ്ങളുടെ എന്താണോ 3 പ്രശ്നങ്ങൾ അത് അവസാനിക്കാൻ പോകുകയാണ്. ചിരിക്കുന്ന കുട്ടികളുടെ മുഖം നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഇല്ലായെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് കുട്ടികളുള്ള വീടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുട്ടികളുടെ ചിരി, കുട്ടികളുടെ സംസാരം, വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു സൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് സൈനാണ് നിങ്ങളുടെ പ്രോബ്ലം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ. ഇത് സഡനായിട്ട് നിങ്ങളുടെ എന്തോ വലിയൊരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം ചിലപ്പോൾ 3 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് ഈ ഒരു കാര്യം സാധിച്ചു തരും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാക്സിമം നല്ലത് മാത്രം പറയുക ഒരു സമയം. കാരണം സഡനായിട്ടൊരു ഗുഡ് ന്യൂസ്, സഡനായിട്ടൊരു സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. എന്തായാലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഹാപ്പിയാകും. ഇവിടെ മാ ലക്ഷ്മിയുടെ കൃപ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സമയം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ലക്ഷ്മി നാരായണനെ കാണാൻ സാധിക്കും. ലക്ഷ്മി നാരായണൻ ഉള്ള കോവിലിൽ പോയി എന്തെങ്കിലും പൂജ നിങ്ങളുടെ കണക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ഇല്ല എങ്കിൽ ലക്ഷ്മി നാരായണൻ്റെ ഫോട്ടോ വീട്ടിൽ വാങ്ങിച്ച് പൂജിക്കുക നിങ്ങൾ. ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലോ സോൾമേറ്റ് ജേണിയിലോ ആണ് എങ്കിൽ സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് താമസിച്ചാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരികയും നിങ്ങൾ ഹാപ്പി ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മുന്നോട്ടുള്ള ആ ഒരു സമയത്ത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മനസ്സ് സന്തുഷ്ടമായാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. താമസിച്ചായാലും നമുക്കൊരു സന്തോഷം കിട്ടിയാൽ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തുഷ്ടമാകും. അതേപോലെ നിങ്ങളുടെ മനസ്സും സന്തുഷ്ടമാവാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.